അപ്പോൾ നമ്മളങ്ങനെ ലേപ്പാക്ഷി ടെമ്പിളിൽ പോവാണ്. ലേപ്പാക്ഷിയിലേക്കാണ്. ലേപ്പാക്ഷിയിലെത്തുന്നതിന് മുമ്പുള്ള പക്ഷി പക്ഷി ഗ്യാപ്പില്ല. ಆ ಕಡೆಯಿಂದನೇ ಬರಬೇಕು. ಆ ಕಡೆಯಿಂದ ಈ ಕಡೆ ಬರಬೇಕು. ಆ ಕಡೆ ಅಲ್ಲ, ಈ ಕಡೆಯಿಂದ ಆ ಕಡೆ. ಅಲ್ಲಲ್ಲ, ಆ ಕಡೆಯಿಂದ എല്ലാ സുഹൃത്തുക്കൾക്കും വരവഴിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിൽ നിന്നും 120 കിലോമീറ്റർ അകലെയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ലേപാക്ഷിയിലെ വീരഭദ്ര ടെമ്പിളാണത്. രാമായണ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. രാമായണത്തിൽ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണനുമായി ഏറ്റുമുട്ടിയ ജടായു എന്ന പക്ഷി ചിറകറ്റ് താഴെ പതിച്ചത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. സീതാദേവിയെ അന്വേഷിച്ച് നടക്കുന്നതിടെ ശ്രീരാമൻ ജടായുവിനെ കാണുകയും അദ്ദേഹം ജടായുവിനോട് ലേപാക്ഷി എന്ന് പറയുകയും ചെയ്തു എന്ന് പറയുന്നു. ലേപാക്ഷി എന്ന് പറഞ്ഞാൽ ഉയരൂ പക്ഷി എന്നാണ് തെലുങ്കിൽ അതിൻ്റെ അർത്ഥം. ലേപാക്ഷിയിലെ വീരഭദ്ര ടെമ്പിള് 16-ാം നൂറ്റാണ്ടിലാണ് പണികഴിച്ചത്. അന്ന് ഈ പ്രദേശം ഭരിച്ചിരുന്നത് വിജയനഗര സാമ്രാജ്യത്തിൽ പെട്ടിരുന്ന രാജാക്കന്മാരാണ്. വിജയനഗര സാമ്രാജ്യത്തിൽ പെട്ടിരുന്ന അച്യുതറായ എന്നൊരു രാജാവായിരുന്നു ആ സമയത്ത് ഇവിടെ ഭരിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ലേപാക്ഷി ടെമ്പിളിനോട് അടുത്ത് എത്തിയിട്ടുണ്ട്. ദൂരെ നമുക്ക് ലേപാക്ഷി തീം പാർക്കിൽ ജടായുവിൻ്റെ ഒരു സ്റ്റാച്ചു ദൂരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ലേപാക്ഷി ക്ഷേത്രത്തിൻ്റെ നിർവഹണം നടത്തിയത് രാജാവിൻ്റെ 2 ഗവർണേഴ്സായിരുന്ന വീരണ്ണ നായിക് ആൻഡ് വിരൂപണ്ണ നായിക് എന്നിങ്ങനെ 2 പേരാണ് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ലേപാക്ഷി തീം പാർക്കിനടുത്തെത്തി. ആ കുന്നിൻ്റെ മുകളിലൊരു ജഡായുവിൻ്റെ പ്രതിമ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനടുത്ത് തന്നെ കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം തീം പാർക്കിൽ കയറി നമുക്ക് കാണാം. 10 രൂപ ടിക്കറ്റ് എടുക്കണം ഈ തീം പാർക്കിൻ്റെ അകത്തേക്ക് കയറാൻ. ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കുറച്ച് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പാർക്കിൻ്റെ മോഡിഫിക്കേഷനൊക്കെ ആയിട്ട്. इसके पीछे है ടെമ്പിൾ പോയിട്ട് വരാം. ഇത് വേണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞു. ടെമ്പിൾ നോക്കാം. തീം പാർക്കിനകത്ത് കൊണ്ടപ്പള്ളി ടോയ്സ് എല്ലാം വരുന്നൊരു അമ്മൂമ്മയെ കണ്ടു. വുഡൻ ടോയ്സ് അപ്പോൾ നമ്മളങ്ങനെ ലേപാക്ഷി ടെമ്പിളിൽ പോവാണ്.
ലേപാക്ഷിയിലേക്കാണ്. ലേപാക്ഷിയിലെത്തുന്നതിനുമുള്ള കൊച്ചിനെ കാണുന്നില്ല. പക്ഷി പക്ഷി ഇത്. ചക്ര മുമ്പിലോട്ട് വന്നേ. അയ്യോ, പക്ഷിയില്ല. ഇതാണ് പക്ഷി ജടായു. വീരഭദ്രസ്വാമി ടെമ്പിളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. വീരഭദ്രസ്വാമി ടെമ്പിളിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ. ചക്ര കൈ പിടിച്ചോ. പക്ഷി ടെമ്പിളിൻ്റെ വീരഭദ്രസ്വാമി ടെമ്പിളിലെത്തി നമ്മൾ. അതിൻ്റെ അകത്ത് ഒരു മണ്ഡപം നമുക്ക് കാണാം. ആ മണ്ഡപത്തിൻ്റെ തൂണുകളെല്ലാം കരിങ്കല്ലിൽ നല്ല വർക്ക് ചെയ്ത് കൊത്തിയിരിക്കുന്ന കൊത്തുപണികളെല്ലാം കണ്ട് മനോഹരമായൊരു വർക്കാണ്. ലേപാക്ഷി ഡിസൈൻസൊക്കെയാണ് ആ തൂണുകളിൽ നമ്മൾ കാണുന്നത്. ഈ വീരഭദ്രസ്വാമി ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്ന ഈ കുന്നിൻപുറം, ഈ പാറയുടെ മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂർമ്മശൈലം എന്നാണ് അറിയപ്പെടുന്നത്. ആ പാറ ഒരു ആമയുടെ പുറന്തോടിൻ്റെ ഷേപ്പാണ് അതിന്. കൂർമ്മശൈലം എന്നാണ് അത് അറിയപ്പെടുന്നത്. വാ 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 അകത്തേക്ക് വാ. പണി പൂർത്തിയാകാത്ത ഒരു കല്യാണ മണ്ഡപം നമുക്കിവിടെ കാണാം. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. ആ കൈ പിടിയേ. നന്ദി സ്റ്റാച്ചു. ഇനി നമ്മൾ കാണാൻ വന്ന ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ നാഗലിംഗമാണ്. നാഗലിംഗം ഒരൊറ്റ ശിലയിൽ കൊത്തിയിരിക്കുന്ന ഒരു ശിവലിംഗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 7 തലയുള്ളൊരു നാഗം. അതാണ് ഈ നാഗലിംഗം. ഇത് വളരെ അപൂർവമായൊരു ശിവലിംഗമാണ് ഈ കാണുന്നത്. സാധാരണ ശിവലിംഗങ്ങളുടെ മുകളിൽ ഇങ്ങനെ നാഗം വളരെ അപൂർവമായിട്ടേ നമ്മൾ അപൂർവമായി മീൻസ് വളരെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഇതുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. എന്തെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആ ശിലയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു ബാലഗണപതിയെ കൊത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ബാലഗണപതിയുടെ ഒരു ശില്പം. ഇവിടുത്തെ ഈ കൽത്തൂണുകളും മണ്ഡപങ്ങളും അതിൻ്റെ വർക്കും ആർക്കിടെക്ചറൊക്കെ വന്ന് കണ്ടിരിക്കേണ്ടതാണ്. വളരെ അപൂർവമായൊരു വർക്കാണ്. പണ്ടത്തെ അതിഗംഭീരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നൊരു വർക്കാണ്. 16-ാം നൂറ്റാണ്ടിൽ പണിതാണെന്ന് ഓർക്കണം. ഈ കാണുന്ന നാഗലിംഗത്തിന് മറ്റൊരു കഥ കൂടിയുണ്ട്. ഇത് നിർമ്മിച്ച ശില്പികൾ ഒരു ഉച്ച സമയത്ത് അവരുടെ അമ്മ ഭക്ഷണം പാകം ചെയ്യാൻ പോയ സമയത്ത് അമ്മയെ അതിശയിപ്പിക്കാൻ അതിഗംഭീരമായിട്ട് വളരെ വേഗത്തിൽ പണി കഴിച്ച ഒരു ശില്പമാണിതെന്നാണ് പറയപ്പെടുന്നത്. ചക്ര പയ്യെ വരുന്നുണ്ട്. ಗೊರಗುಂಟೆ ಪಾಯಿಂಟ್
ക്ഷേത്രത്തിനകത്തെ ഒരു നൃത്തമണ്ഡപമാണ് ഈ കാണുന്നത്. നൃത്തമണ്ഡപത്തിൻ്റെ മുകളിലുള്ള അലങ്കാരപ്പണികളൊക്കെ ഉണ്ട്. തൂണുകളെല്ലാം കൊത്തുപണിയൊക്കെ ചെയ്ത് വളരെ മനോഹരമായൊരു നൃത്തമണ്ഡപമാണിത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇവിടുത്തെ പ്രശസ്തമായ ഹാങ്ങിങ് പില്ലർ. ഇതിൻ്റെ നിലം തൊടാതെ നിൽക്കുന്ന ഒരു പില്ലറാണിത്. വീരഭദ്ര ടെമ്പിളിലെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ഈ ഹാങ്ങിങ് പില്ലർ. ഈ കാണുന്ന തൂണിൻ്റെ അടിഭാഗം നിലത്ത് ടച്ച് ചെയ്യാതെയാണ് നിൽക്കുന്നത്. ഇത് പലരും തുണിയെല്ലാം അതിൻ്റെ അടിയിലൂടെ വലിക്കുന്ന കണ്ടില്ലേ, അത് നിലം തൊടാതെ നിൽക്കുന്ന ഒരു തൂണാണ്. എന്താണ് ഇതിൻ്റെ രഹസ്യമെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാനായി വെല്ലസ്ലി എന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഈ തൂണ് കമ്പിപ്പാര അതുപോലെ സംഭവങ്ങൾ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിച്ചു. ആ സമയത്ത് ഈ മൊത്തം സ്ട്രക്ചറിൻ്റെ ഇക്വിലിബ്രിയം പോയിട്ട് ഇത് കൊളാപ്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അവരത് ഉപേക്ഷിച്ചു ആ പണി. ಊಟಕ್ಕೆ ಹೋಗಬಹುದು. ದೇವಸ್ಥಾನದ ಊಟ ದೇವರಿಗೆ ಪ್ರಸಾದ್ ಪ್ರೇಮಿ ಭೋಜನ കഴിഞ്ഞോ? കണ്ടോ? ഫൈൻ, എന്നാ പോവാം. ಭೋಜನ ಆಗಿರಲಿ. ದೇವಸ್ಥಾನ ಭೋಜನ ಊಟಕ್ಕೆ ಹೋಗಬಹುದು. ದೇವಸ್ಥಾನದ ಊಟ ದೇವರಿಗೆ ಪ್ರಸಾದ್. ഇവിടുത്തെ പണി പൂർത്തിയാകാതെ കണ്ട കല്യാണ മണ്ഡപത്തിൻ്റെ കഥ എങ്ങനെയാണ്? അത് രാജാവിൻ്റെ അനുമതി ഇല്ലാതെയാണ് പണിതത് എന്ന കാരണത്താൽ അതിൻ്റെ ശില്പികളായിരുന്ന ഈ ബ്രദേഴ്സ് അതിൽ വിരൂപണ്ണ നായകിൻ്റെ കണ്ണ് രണ്ടും പൊട്ടിക്കാനായിട്ട് രാജാവ് കൽപ്പനയിട്ടു. അത് ഓവർ ബജറ്റും രാജാവിൻ്റെ അനുമതിയും ഇല്ലാതെയാണ് പണിതെന്ന കാരണത്താൽ. ഇതറിഞ്ഞ് പേടിച്ച് വിരൂപണ്ണ നായക്ക് സ്വയം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ഭിത്തിയിലോട്ട് എറിയുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു. ആ ബ്ലീഡിങ് സ്പോട്ട്സ് ഈ അമ്പലത്തിൻ്റെ ഒരു ഭിത്തിയിൽ നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ കാണാനായി പോകുന്ന ഇവിടുത്തെ ഒരു നന്ദി പ്രതിമയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിപ്പം കൂടിയൊരു നന്ദി പ്രതിമയാണ്. അതും മോണോലിത്തിക് സ്റ്റാച്ചു ആണ്. ഒരു സിംഗിൾ റോക്കിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 27 അടി നീളവും 15 അടി പൊക്കവുമുള്ള ഒരു വലിയ നന്ദി സ്റ്റാച്ചു ആണ് കാണാൻ പോകുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ അത് കാണാം.
സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്